കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന അപര സ്ഥാനാർത്ഥി എൻ ബാലകൃഷ്ണന് വധഭീഷണിയെന്ന് പരാതി. CPM പ്രാദേശിക നേതാക്കളാണ് വധഭീഷണി മുഴക്കിയതെന്ന് ബാലകൃഷ്ണൻ ആരോപിച്ചു. പത്രിക പിൻവലിക്കാൻ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നതായും ബാലകൃഷ്ണൻ ആരോപിച്ചു. Totomal, biggest showroom for kitchen, home appliances and toys. Totomal, Nayamarmula, Kasaragod. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന തനിക്ക് CPM നേതാക്കളിൽ നിന്നും വധഭീഷണിയുണ്ടെന്ന് കാസർഗോട്ടെ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ അപരൻ N ബാലകൃഷ്ണൻ. നീലേശ്വരം വള്ളിക്കുന്ന CPM ബ്രാഞ്ച് സെക്രട്ടറി കൃഷ്ണൻ, മുൻ ബ്രാഞ്ച് സെക്രട്ടറി സതീശൻ എന്നിവരാണ് വധഭീഷണി മുഴക്കിയതെന്നാണ് ബാലകൃഷ്ണൻ ആരോപിക്കുന്നത്. CPMന്റെ മുൻ നേതാവ് കൂടിയാണ് താൻ എന്നാണ് ബാലകൃഷ്ണന്റെ അവകാശവാദം. ഭീഷണി മുഴക്കിയ സ്ഥലം CPMന്റെ സ്ഥലം ബ്രാഞ്ച് സെക്രട്ടറി. ഐ നീഡ് നോട്ട് ടു ഗിവ് യു ഹിസ് നെയിം. യു ക്യാൻ എൻക്വയർ. എന്നെ ഭീഷണിപ്പെടുത്ത്, എന്നെ തട്ടും തന്നെ ആസ് ഏർലി ആസ് പോസിബിൾ. ഫോണിൽ വിളിച്ചിട്ടാണോ ഒരാൾ ഭീഷണി മുഴക്കുക? വധഭീഷണി ഫോൺ റെക്കോർഡ് ചെയ്യപ്പെടില്ലേ? ആ നമ്പർ കിട്ടൂലേ? എൻ്റെ ഫോണിൽ എല്ലാം റെക്കോർഡ് ചെയ്യുന്നില്ലേ? നേരിട്ട് ഡയറക്റ്റ് ത്രെട്ട്. പാർട്ടി ദേശീയ തലത്തിലും കേരളത്തിലും കൈക്കൊള്ളുന്ന നിലപാടിനെതിരെയാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്നാണ് ബാലകൃഷ്ണൻ. ഈ ഇരട്ടത്താപ്പ് നയത്തിനെതിരെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു. 2019 ഞാൻ പാർട്ടിയോട് പറഞ്ഞിരുന്നു എൻ്റെ മെമ്പർഷിപ്പ് പുതുക്കേണ്ടതില്ല. എന്തുകൊണ്ട്? ഐ ഹാവ് എൻ ഐഡിയോളജിക്കൽ ഡിസഗ്രീമെൻറ്റ് വിത്ത് പാർട്ടീസ് പോളിസി, നാഷണൽ പോളിസി, മേക്കിംഗ് അലയൻസ് വിത്തിൻ ബംഗാൾ ആൻഡ് other states and opposing each other here. I cannot support that double stand. Understand? എൻ്റെ നോമിനേഷൻ ബാലകൃഷ്ണൻ മാഷക്കെതിരെയല്ല. ഞാൻ 6 മാസം മുമ്പേ ഡിക്ലെയർ ചെയ്തിരുന്നു എൻ്റെ നോമിനേഷൻ. എൻ്റെ നാട്ടിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് ബാലകൃഷ്ണൻ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.